ഹായ് ഗൈസ്, ഞാൻ അനീസ് തുപ്പിൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ഒരുപാട് പേഴ്സണൽ വീഡിയോസും മറ്റൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഈ പേഴ്സണൽ വീഡിയോസൊക്കെ നമുക്ക് എങ്ങനെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോൾഡറിൽ ഒരു പ്രൈവറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അപ്ലിക്കേഷന്റെ സഹായം ആവശ്യമില്ല. നമുക്ക് MX പ്ലെയറിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു അപ്ലിക്കേഷന്റെ സഹായമില്ലാതെ പ്രൈവറ്റ് ഫോൾഡറിൽ നമ്മുടെ വീഡിയോസ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ പുതിയ MX പ്ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം MX പ്ലെയറിലെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ ഓപ്ഷൻസ് MX പ്ലെയറിൽ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വാട്സപ്പ് സ്റ്റാറ്റസ് സേവറൊക്കെ ഇപ്പോൾ MX പ്ലെയറിൽ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഓൾറെഡി സേവ് ചെയ്യുക, പ്രത്യേകമായിട്ടുള്ള ഒരു അപ്ലിക്കേഷന്റെ സഹായമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുപോലുള്ളൊരു പുതിയൊരു ഓപ്ഷനാണ് പ്രൈവറ്റ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ. ഈ ഒരു പ്രൈവറ്റ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റർ പിൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഫോൾഡർ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഒരു റിക്കവറി ഇമെയിൽ ID സെറ്റ് ചെയ്ത് വെക്കാനും അവർ പറയും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പിന്ന് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നതോടുകൂടി എൻ്റെ ഒരു പ്രൈവറ്റ് ഫോൾഡറിലേക്ക് ഇവിടെ പോയി ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള 3 വീഡിയോസ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് ഇനിയും വീഡിയോസ് ഇവിടുന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ MX പ്ലെയറിലുള്ള പല വീഡിയോസും നമുക്ക് ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആഡ് മോർ എന്ന ഓപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ആഡ് ചെയ്ത വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്രൈവറ്റ് അല്ല നമുക്ക് പബ്ലിക് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അൺലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ അൺലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ അൺലോക്ക് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് പബ്ലിക് ആവുന്നതാണ്. നമുക്ക് പബ്ലിക്കായിട്ട് വീണ്ടും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MX പ്ലെയർ നൽകുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. എല്ലാവർക്കും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അപ്ലിക്കേഷന്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ പ്രൈവറ്റ് വീഡിയോസ് MX പ്ലെയറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.